അമേരിക്കയിൽ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ വംശജർക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ വർദ്ധിച്ചു വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പൊതുയിടങ്ങളിലും രാഷ്ട്രീയ വേദികളിലും ഒക്കെ ഇതിന്റെ ഒരു അലയലുകൾ ഇപ്പോൾ കാണുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഇന്ത്യക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല അമേരിക്കൻ സ്വപ്നം കണ്ട് നടക്കുന്ന യുവാക്കൾക്കും എല്ലാം ഈ വിസ ഹോൾഡേഴ്സിനെല്ലാം ഒരു ആശങ്ക ഉണ്ടാക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് ദീപു? അമേരിക്കയിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നാണ് ടെക്സസ്. അപ്പം പ്രത്യേകിച്ച് ടെക്സസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരമുള്ള വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ കൂടുതലായിട്ടും സജീവമായി നിലനിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യം എന്നാൽ ടെക്സസിലെ ഫ്രിസ്കോ സിറ്റി കൗൺസിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ ഒരു സിറ്റി കൗൺസിൽ യോഗത്തിൽ നടന്ന ചില കാര്യങ്ങളാണ് ഇന്ത്യക്കാർക്ക് ഒരു ആശങ്ക ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ആ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ത്യൻ അധിനിവേശത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അതായത് ഇന്ത്യൻ പ്രൊഫഷണലുകൾ വഞ്ചകരാണെന്നും ജോലി തട്ടി എടുക്കുന്നവരാണെന്നും ഒക്കെ അടക്കം ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം അതായത് അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം പോലും US പൗരന്മാരായ വിദ്യാർത്ഥികൾ പോലും ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇന്ത്യക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ശത്രുതാ മനോഭാവം ഉണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന ഒരു ആഹ്വാനം അവരടക്കം അത്തരത്തിലുള്ള ആൾക്കാർ പോലും ഉയർത്തുന്നുണ്ടെന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കും സാഹചര്യം അവർ വിദ്വേഷം നമുക്കറിയാം. മുമ്പ് തന്നെ H-1B വിസയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ നാട് കടത്തണമെന്നും H-1B വിസ അവസാനിപ്പിക്കണമെന്നും എല്ലാ വിസകളും അവസാനിപ്പിക്കണമെന്നുള്ള പ്രചാരണങ്ങൾ അമേരിക്കയിൽ സജീവമാകുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ വിദ്വേഷ പ്രചാരണങ്ങളും ഇന്ത്യൻ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്നത്. ഈ അമേരിക്കയിലെ സാങ്കേതിക മേഖലയിലൊക്കെ ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാരുടെ ഒഴുക്കം അങ്ങോട്ട് കുറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സംഭാവനകൾ കുറയുന്നത് അത് ആ രാജ്യത്തിന് തിരിച്ചടിയല്ലേ? അതെ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ H-1B വിസയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ മുമ്പ് നമ്മുടെ മുമ്പത്തെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് 2024 H-1B വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇന്ത്യക്കാർ. അപ്പം അങ്ങനെ ഇന്ത്യൻ 70% H-1B വിസ ഗുണഭോക്താക്കളും 2024 70% H-1B വിസ ഗുണഭോക്താക്കളും ഇന്ത്യക്കാരാണ്. അപ്പൊ അതിനുശേഷമാണ് ചൈനക്കാർ വരുന്നത്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യക്കാർ ചെല്ലുമ്പോൾ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നു, അമേരിക്കക്കാരുടെ ജോലി കവരുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അതാണ് പ്രധാനമായിട്ടും അവർ കാരണം, അവരുടെ വെള്ളക്കാർക്കിടയിൽ ആമർശം ഉണ്ടാകുന്നുള്ള പ്രധാന കാരണം. അതായത് അവരുടെ ജോലി ഇന്ത്യക്കാരെ എന്ന് തട്ടിയെടുക്കുന്നു എന്നാണ് അവരുന്നയിക്കുന്ന ആരോപണം. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം ഈ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഇപ്പം ലേ ഓഫ് ചില സ്ഥാപനങ്ങളിൽ ലേ ഓഫ് ഉണ്ടാകുന്നു, അമേരിക്കക്കാരെ പിരിച്ചുവിട്ടിട്ട് അവിടെ ഇന്ത്യക്കാരെ ജോലി എടുക്കുന്ന സാഹചര്യം, കുറച്ച് ശമ്പളം എടുക്കുന്ന, അതൊക്കെ ഇവർക്കിടയിൽ അതൃപ്തി അല്ലെ അമർഷം ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. അതാണ് ഒരു കാരണം. അതെ, ഈ ദക്ഷിണേഷ്യക്കാർക്കെതിരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ടല്ലോ. നമ്മൾ അക്രമത്തിൽ കിടക്കുന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അവിടെ? അപ്പം അതിപ്പം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഫെബ്രുവരി 14 ശേഷം ഒരു US ഒരു റിപ്പബ്ലിക്കൻ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് കാർലോസ് ടാസിയോസ് എന്നാണ്. അപ്പം ഒരു ടെക്സസ് കേന്ദ്രീകരിച്ചുള്ള ഒരു റിപ്പബ്ലിക്കൻ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ, ഇപ്പം അമേരിക്കയിൽ ഇന്ത്യൻ സമൂഹം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഇപ്പം ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, മുസ്ലിംസുകളുണ്ടാവും. അപ്പോൾ ഹിന്ദുക്കൾ അവർ ഫ്രിസ്കോ അതുപോലെ ഷുഗർലാൻഡ് എന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് അപ്പം ഇന്ത്യക്കാർക്കെതിരെ പൊതുവായിട്ടുള്ള കൈയടക്കുവാണെന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ കാർലോസ് ടെസിയോസ് ആദ്യം പങ്കുവെച്ച പോസ്റ്റിങ്ങിനായിരുന്നു. അതായത് അവിടുത്തെ ഒരു ഫ്രിസ്കോയിലെ ഒരു ക്ഷേത്രത്തിന്റെ ഹനുമാൻ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യക്കാരെ വിശേഷിപ്പിക്കുന്നത്, പൊതുവെ നമുക്കറിയാം ഇന്ത്യക്കാരെ വിശേഷിപ്പിക്കുന്നത് മൂന്നാം ലോക അന്യഗ്രഹ ജീവികൾ എന്നാണ്, ഏലിയൻസ് എന്നാണ് എപ്പോഴും വിദേശികളെ അവർ വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇത് പാകിസ്ഥാൻ അല്ല, ഇസ്ലാമാബാദ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ല, ഇത് ടെക്സസിലെ ഫ്രിസ്കോയാണ്. മൂന്നാം ലോക അന്യഗ്രഹ ജീവികൾ H-1B വിസകളിലൂടെ വരുന്നു, ഫ്രിസ്കോ പിടിച്ചെടുത്തു, ടെക്സസിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റ്. അതിനുശേഷം ദിവസങ്ങൾക്കകം വീണ്ടും ഒരു പോസ്റ്റ് തന്നെ വന്നേക്കുന്നു. അത് ഷുഗർലാൻഡിലെ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 90 അടി ഉയരമുള്ള ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഹനുമാൻ പ്രതിമയുടെ വീഡിയോ പങ്കുവച്ചായിരുന്നു. ഈ ഹനുമാൻ പ്രതിമയ്ക്കെതിരെ മുമ്പും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ഹനുമാൻ പ്രതിമയാണ്. അപ്പം അതിനെതിരെ മുമ്പും ഇത്തരം റിപ്പബ്ലിക്കൻ തീവ്ര ആശയങ്ങളുള്ള റിപ്പബ്ലിക്കൻ നേതാക്കളിൽ നിന്ന് മുമ്പും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും ഇദ്ദേഹം കാർലോസ് പങ്കുവച്ച പോസ്റ്റിങ്ങിനായിരുന്നു: ഇത് പാകിസ്ഥാൻ അല്ല, ഇസ്ലാമാബാദ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂഡൽഹി അല്ല, ഇത് ടെക്സസിലെ ഷുഗർലാൻഡ് ആണ്. മൂന്നാം ലോക അന്യഗ്രഹ ജീവികൾ ടെക്സസിനെയും അമേരിക്കയും പതുക്കെ കീഴടക്കുന്നു. US മൂന്നാമത്തെ വലിയ പ്രതിമ എന്തുകൊണ്ടാണ് ഇത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അപ്പം ഇത്തരം പോസ്റ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കക്കാർക്കിടയിൽ, ഇത്തരം ഈ തീവ്ര ചിന്താഗതിക്കുള്ളവർക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതൊരു വലിയ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതെ. അപ്പൊ ഇത് പങ്കുവെച്ച ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് അമേരിക്കയിൽ വലിയ പ്രശ്നമാണ്, എല്ലാവരും നാട് കടത്തുന്നുള്ള
ഒരു ക്യാപ്ഷനോടെ ആയിരിക്കും. മറ്റേ ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് തിയറി ഇതിന് വേണ്ടിയുണ്ടെന്നാണ്. അതിലേക്ക് ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത്തരം ഡീപ്പോർട്ട് ഓൾ എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനോടെ ആയിരിക്കും ഇവർ ഈ പോസ്റ്റ് ഒക്കെ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ പോസ്റ്റ് ഒക്കെ പങ്കുവെക്കുന്നത്. അപ്പൊ നേരത്തെ ചോദിച്ചിലേക്ക് വരുവാണെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ഈ പോസ്റ്റുകൾ 2023-നും 25-നും ഇടയ്ക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ സജീവമാകുന്നുണ്ട്. അപ്പൊ ഏകദേശം അതൊരു 115% ഇത്തരം വിദ്വേഷ പോസ്റ്റുകൾ 2023-25 ഇടയിൽ വർദ്ധിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യക്കാരെ നാട് കടത്തുക എന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്റുകൾക്ക് ചുരുങ്ങിയ കാലയളവിൽ 280 ദശലക്ഷം വ്യൂവേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ കാരണമാണ്. അതായത് ഇത്തരത്തിൽ ഒരാൾ ഒരു പോസ്റ്റ് പങ്കുവെക്കും, ഇത് റീഷെയർ ചെയ്യാനായിട്ട്, അതായത് ഡീപ്പോർട്ട് ഓൾ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരെ നാട് കടത്തും എന്നുള്ള ഹാഷ്ടാഗോടെ ആയിരിക്കും ഇതൊക്കെ റീപോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് കാഴ്ചക്കാരുടെ എണ്ണം കൂടുകയാണ്. അതായത് അമേരിക്കൻ സമൂഹത്തിനിടയിൽ ഇത്തരം തീവ്ര ചിന്താഗതിക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നാട് കടത്തണമെന്ന ആഗ്രഹമുള്ളവർക്കിടയിൽ ഇത് വലിയ പ്രചാരണം ലഭിക്കുന്നുണ്ട്. അതാണ് ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഒരു AAPI ഹെയ്റ്റ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരമാണ് ഇത് പറയുന്നത്. ഏകദേശം 2023-നും 25-നും ഇടയിൽ ഓൺലൈൻ വിദ്വേഷം 115% വർദ്ധിച്ചു എന്നാണ് ആ സംഘടനയുടെ കണക്ക് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ നാട് കടത്തണമെന്ന പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ടതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈനിൽ ആകെ ഏഷ്യൻ വിരുദ്ധ പരാമർശങ്ങൾ 80% ഇപ്പോൾ ദക്ഷിണേഷ്യക്കാർക്ക് നേരെയാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇനി അടുത്തത് പറയാൻ ഞാൻ ഇപ്പം നേരത്തെ ചോദിച്ചു, ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു. അപ്പം അതെന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം, ഇപ്പം ജൂതന്മാർ വന്ന് കൈയടക്കും എന്ന് പറയുന്നത് ആദ്യത്തെ ഭയം. ഇപ്പോൾ അത് മാറിയിട്ട് ഇന്ത്യക്കാർ വന്ന് തങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കൈയടക്കുമോ എന്നാണ് ഇവർക്കുണ്ടാക്കുന്ന ഭയം. അങ്ങനെ സിസ്റ്റത്തെ മൊത്തം അട്ടിമറിക്കുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട്. അതിനെ തുടർന്നുള്ള ഇതാണ് ഈ വെപ്രാളമാണ് ഈ പോസ്റ്റുകൾ വിദ്വേഷ പ്രചാരണം വലിയൊരു ആക്രമണത്തിലേക്ക് വഴിമാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മൂന്നാമത്തെ വലിയ സ്റ്റാച്യു എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ മറ്റുള്ളവർ ഒന്ന് കൈയടക്കുന്നു, നമ്മൾ കാഴ്ചക്കാരാക്കുന്നു, നമ്മുടെ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്ന പറയുമ്പോൾ അത് വല്ലാത്തൊരു പരാമർശം, ഒരു വിദ്വേഷം ആളിക്കത്തിക്കുന്ന പരാമർശങ്ങളാണ് വരുന്നത്. അതെ, അമേരിക്കൻ സിസ്റ്റത്തെ മൊത്തം ഇന്ത്യക്കാർ വന്ന് അട്ടിമറിക്കുന്ന ഒരു പ്രചാരണമാണ് ഇവർ നടത്തുന്നത്. ആക്ച്വലി അവിടുത്തെ സമൂഹം നമുക്കറിയാം എത്രമാത്രമാണ്. ഇതിലിപ്പം സോഷ്യൽ മീഡിയ നടക്കുന്ന ഈ പറഞ്ഞ പോലത്തെ പ്രചാരണങ്ങൾ മാത്രമാണോ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിന് വലിയുണ്ടോ, അങ്ങനെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇദ്ദേഹത്തെ ഈ കാർലോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ പരാമർശങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ നേതാവ് വന്ന് ഈ പ്രതിമയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഒരുപാട് സംഘടനകൾ ഇതിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കമലാ ഹാരിസിന്റെ ഒരു ഉദയം, അല്ലെങ്കിൽ ഒരു വളർച്ച, പിന്നെ അതുപോലെ തന്നെ സൊഹ്റാൻ മംദാനിയുടെ വിജയം, ഇതൊക്കെ ഇവരുടെ ഇത്തരം വിഭാഗങ്ങൾക്കിടയിൽ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം ഈ പിന്നേലിനായിട്ടാണ് ഇവർ കാണുന്ന ഈ വിഭാഗം കാണുന്നുണ്ടാവും. അതെ. ഇവരിപ്പം ഈ അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ പോലും തന്നെ ഇവരെ ഒരു ഇന്ത്യൻ കമലാ ഹാരിസിനെ പോലുള്ള നേതാക്കൾ ഇവർ ഈ കണ്ണിലൂടെ കാണുന്ന പറയുമ്പോൾ സാധാരണക്കാരായി ഇവിടുന്ന് പോകേണ്ട അവസ്ഥ എന്തായിരിക്കും? അതെ, പ്രത്യേകിച്ച് സൊഹ്റാൻ മംദാനെ പോലുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പം ഏറ്റവും അതിന് മുമ്പ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ടെക്സസിലെ അറ്റോർണി ജനറലായ ആരോൺ റീഡ്സ് പറഞ്ഞൊരു പരാമർശം ഉണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്സസിലെ കുറച്ചു നാളും കൂടെ കഴിഞ്ഞ ശേഷം ടെക്സസിലെ കൗണ്ടികൾക്ക് ഹൈദരാബാദ് എന്നോ ഡൽഹി എന്നോ പേരിടേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതിപ്പം അങ്ങനെയുള്ള പരാമർശങ്ങൾ കൂടുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൂടുമ്പോഴത്തേക്കും ഈ ജനങ്ങളുടെ ഭാഗത്തും ഇത് ശ്രദ്ധ ആകർഷിക്കുകയാണ്. അവരും ഈ പോസ്റ്റുകളൊക്കെ റീപോസ്റ്റ് ചെയ്ത് ഒരു മൊത്തത്തിൽ ഒരു ഭയാശങ്ക തീറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അമേരിക്കയിലുണ്ട്. അപ്പൊ അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ആശങ്കയുണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ പിന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മംതാനിക്കെതിരെ വരുന്ന പരാമർശങ്ങളൊക്കെ ഇവർക്ക് പരോക്ഷമായിട്ടായാലും ഒരു വളമായി മാറുകയാണ്, ഇവർക്ക് അനുകൂലമായി മാറുകയാണ്. അപ്പൊ സർക്കാർ തലത്തിൽ തന്നെ ഒരു പരിഹാരം കാണുന്നുണ്ട്. ഈ വിദ്വേഷ പരാമർശങ്ങൾ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്ന പരാമർശമായിരിക്കും, നാളെ ചിലപ്പോൾ അക്രമത്തിലേക്ക് വഴിമാറാത്ത ഒരു നമുക്കറിയാം മറ്റേ അയർലൻഡിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് ഇന്ത്യക്കാർക്ക് വലിയ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്രമണത്തിലേക്ക് പോകാതിരിക്കാൻ സർക്കാർ തന്നെ ഒരു മുൻകൈ എടുക്കേണ്ടതുണ്ട്. അതിന് ഇന്ത്യൻ എംബസിയും അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് പിന്നെ ഈ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.